ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് വലിയ ഒരു സൽക്കർമ്മമാണ്. വൽആഫീന അനിൻ നാസ്, അവിടെ ഖുർആൻ പറഞ്ഞ പ്രയോഗം തന്നെ വൽആഫീന അനിൽ മുസ്ലിമീൻ എന്നല്ല, വൽആഫീന അനിൻ നാസ്, മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ആത്മാർത്ഥമായി നല്ല കാര്യം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത് സ്വർഗത്തിൽ കടക്കുന്നവരുടെ ലക്ഷണം പറഞ്ഞതാണ് അള്ളാഹു തആല. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകും. ഇപ്പോൾ ഒരു 5-10 ദിവസമായിട്ട് ഉസ്താദ് ലോകം മുഴുക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഉസ്താദ് നേരത്തെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഉസ്താദ് അവറുകളെ പുകഴ്ത്തി പറയാൻ. യാതൊരു വിവരവുമില്ലാത്ത ചിലരും അല്പമെല്ലാം വിവരമുണ്ടെങ്കിൽ ആ വിവരം ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും സങ്കുചിത മനസ്ഥിതിയുള്ള ചിലരും, അതേസമയം കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ചിലരും, അവരിങ്ങനെ, ചിലർ വളരെ ചുരുങ്ങിയ ആളുകളാണ്, അവരിങ്ങനെ ചോദിക്കാണ്, ഒരു സ്ത്രീ അവൾ ഒരാളെ കൊന്നുകളഞ്ഞു, എന്നിട്ട് കഷ്ണമാക്കി നുറുക്കിക്കളഞ്ഞു, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറയാൻ പാടുണ്ടോ പണ്ഡിതന്മാർ എന്ന് ചിലർ സംശയം ചോദിക്കുകയാണ്. ചിലർ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കുതന്ത്രങ്ങളും നടത്തുകയാണ്. പഠിച്ചവൻ ആർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ. നമ്മൾ അള്ളാഹുവിന്റെ ദീന് എന്താണ് എന്ന് നന്നായി പഠിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും വിട്ടുവീഴ്ചക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ദീനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ ലക്ഷണം പറയുമ്പോൾ ഖുർആൻ പ്രത്യേകം പറയുന്നു വൽആഫീന അനിൻ നാസ്, മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ വിശദീകരിച്ച് പറയാൻ ഇവിടെ സമയം ഇല്ല. കൊന്നവനെ കൊല്ലുക എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട്. അതിനർത്ഥം കൊല്ലണം എന്നല്ല, മറിച്ച് കൊന്നവനെ കൊല്ലാനുള്ള അവകാശം കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശികൾക്ക് ഉണ്ട് എന്നല്ലാതെ കൊന്നവനെയൊക്കെ കൊല്ലണം, അങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് തന്നെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവർക്ക് ഖിസാസ്, പകരം കൊല്ലുക, അത് അല്ലാഹു തആല കണക്കാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ ശേഷം അല്ലാഹു തആല പറഞ്ഞു, അതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഒരു സ്വതന്ത്രനെ കൊന്നാൽ പകരം സ്വതന്ത്രൻ, അതുപോലെ അടിമക്ക് അടിമ, പെണ്ണിന് പെണ്ണ് എന്നൊക്കെ എങ്ങനെയാ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, സഹോദരന് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ കൊന്ന മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, അപ്പൊ കൊന്നവനെ കൊല്ലണം എന്നില്ല, വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സംഗതി ഖുർആൻ തന്നെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഫത്തിബാഉൻ ബിൽ മഅറൂഫ് അദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. അവിടെ പിന്നെ എന്താ ചെയ്യാ? ഈ ആയത്തിന്റെ തഫ്സീറിൽ ജലാലൈനി അടക്കം പറഞ്ഞത് കാണാം, ബി അൻ യുതാലിബഹു ബിദ്ദിയതി, അവരോട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് അതിന് നഷ്ടപരിഹാരം എന്ന നിലക്ക് ദിയത്ത് ചോദിക്കാം. ദിയത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര, എങ്ങനെ എന്നൊക്കെ അതിന് തീരുമാനമെടുക്കാം. ഏതായിരുന്നാലും ബി അൻ യുതാലിബഹു ബിദ്ദിയതി, അതേസമയം അങ്ങനെ ഒരു വിട്ടുവീഴ്ച, ഉദാഹരണം പറഞ്ഞാൽ ഒരാളെ കൊല്ലപ്പെട്ടിട്ട് അയാൾക്ക് 10 മക്കളുണ്ട്, ആ മക്കളിൽ നിന്ന് ഒരാള് ബാപ്പാനെ കൊന്നതിന് പകരം കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 9 ആളുകൾക്കും പകരം കൊല്ലാൻ പിന്നെ അവകാശമില്ല. ഒറ്റ ഒരാൾ പറഞ്ഞാൽ മതി, പിന്നെ അവകാശം കഴിഞ്ഞു. പിന്നെ നഷ്ടപരിഹാരം വാങ്ങാം, അതാണ് ദിയത്ത്. ആ ദിയത്ത് ചോദിക്കുമ്പോ തന്നെ അത് നല്ല നിലക്ക് ചോദിച്ചു വാങ്ങുന്ന ബിലാ ഉൻഫിൻ. ഇത് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാമിയങ്ങൾ വിശദീകരിക്കുകയാണ്, യുഫീദു അന്നൽ വാജിബ അഹദുഹുമാ,
കൊന്നവനെ പകരം കൊല്ലണം എന്നില്ല, നഷ്ടം വാങ്ങി വിട്ടുകൊടുക്കാം. അതേപോലെ തന്നെ ഒന്നും വാങ്ങാതെയും വിട്ടു ചെയ്യാം. ഫലോ അഫാ വലം യുസമ്മിഹാ ഫലാ ശൈഅ. ഇന്നത് തരണമെന്നൊന്നും പറഞ്ഞില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ ഒന്നും ചോദിക്കാൻ തന്നെ പറ്റൂല, കഴിഞ്ഞ് ഖലാസ്. അപ്പൊ കൊന്നവനെ കൊന്നേ പറ്റൂ, അങ്ങനെ ഇസ്ലാമിലില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ശേഷം പറഞ്ഞു, വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. നഷ്ടം കൊടുക്കേണ്ടവർ അത് സ്വീപ്പാക്കാതെ അത് അവകാശിക്ക് നല്ല നിലക്ക് കൊടുക്കണം. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും. അത് അല്ലാഹു തആല ലഘൂകീകരിച്ചതാണ്. കൊന്നവനെ കൊല്ലണം എന്ന നിർബന്ധം ഇസ്ലാമിൽ ഇല്ല. അതേ സമയത്ത് യഹൂദികൾക്കുണ്ടായിരുന്ന നിയമം അങ്ങനെയല്ല, അതുപോലെ നസാറാക്കൾക്കുണ്ടായിരുന്ന നിയമം അങ്ങനെയല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിനുണ്ടായിരുന്ന നിയമം പകരം കൊന്നേ പറ്റൂന്ന. അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിനുണ്ടായിരുന്ന നിയമം അത് പകരം കൊല്ലാനേ പറ്റില്ല, മറിച്ച് നഷ്ടപരിഹാരം തന്നെയാകണം എന്നാണ്. നമുക്ക് രണ്ടിനും പറ്റാവുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉമ്മത്തിന് അല്ലാഹു തആല നിയമം തന്നിട്ടുള്ളത്. അതാണ് ഖുർആൻ അവിടെ പറഞ്ഞു, ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും. നിങ്ങൾക്ക് റബ്ബ് ചെയ്ത ഒരു ലഘൂകീകരിക്കലാണ്, വറഹ്മത്തുൻ, അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹവുമാണ്. അതിന്റെ തഫ്സീറിൽ കാണാം, ഹൈസു വസ്സഅ ഫീ ദാലിക വലം യുഹത്തിം വാഹിദൻ മിൻഹുമാ. അല്ലാഹു അതിൽ വിശാലത ചെയ്തു, അതിലൊരു നിർബന്ധം അല്ലാഹു ഇന്നത് തന്നെ ചെയ്യണം എന്ന് വെച്ചില്ല. ഇനി അവിടെ തന്നെ വിശദീകരണം സാവിയിലും മറ്റും നമുക്ക് കാണാം. ഐഫൽ ഖിയാറു ലിൽ ഔലിയാഇ ഫീ സലാസത്തിൻ. അവകാശികൾക്ക്, ഈ മയ്യിത്തിന്റെ രക്ഷിതാക്കൾക്ക് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇമ്മൽ ഖിസാസു, ഒന്നുകിൽ പകരം കൊല്ലണം എന്ന് തന്നെ അവർക്ക് വാദിക്കാം. അവിൽ അഫു, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാം. അല ദിയതി, നഷ്ടപരിഹാരം വാങ്ങി വിട്ടുവീഴ്ച ചെയ്യാം. ഔ മജാനൻ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വിട്ടുവീഴ്ച ചെയ്യാം. ഇത് മൂന്നിൽ ഒന്ന് തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ അവകാശികൾക്കുണ്ട് എന്ന് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അറിയാത്ത ചിലർ പകരം കൊന്നാലേ അടങ്ങൂ എന്നുള്ള ഒരു ധാരണ, കൊന്നേ പറ്റൂ എന്നുള്ളൊരു ധാരണ അറിവുകേടാണ്. യാതൊരു ഇൽമും ഇല്ലാത്തവരിൽ നിന്ന് മാത്രമേ അത്തരത്തിലുള്ള ചിന്ത തന്നെ വരാൻ പാടുള്ളൂ. ഇൽമുള്ളവരിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത തന്നെ വരാൻ പാടില്ല. ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് ഒരുപാട് കിതാബുകളിൽ വളരെയേറെ വിശദീകരണങ്ങളുണ്ട്. അത് കെട്ടുകഥകളൊന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞു. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ഉസീബ ബിഖത്ലിൻ ഔ ഖബ്ലിൻ ഫഇന്നഹു യഖ്താറു ഇഹ്ദാ സലാസ്. കൊല്ലപ്പെട്ടു പോയാൽ കൊല്ലപ്പെട്ടവരുടെ അവകാശികൾക്ക് മൂന്നിലൊന്ന് ചോയ്സാണ്. ഇമ്മാ അൻ യഖ്തസ, ഒന്നുകിൽ പകരം കൊല്ലുക, അല്ലെങ്കിൽ കൊല്ലലാകണമെന്നില്ല. ഒരാളെ കൈമുറിച്ചാൽ പകരം കൈമുറിക്കാവുന്ന നിയമമുണ്ടല്ലോ, ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതി വിധിക്കുമല്ലോ. അവിടെയും അതുപോലെ തന്നെ വഇമ്മാ യഅഫുവ, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ, പകരമൊന്നും ചെയ്യാതെ. വഇമ്മാ യഖുദ ദിയത, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങാം. ഫൈൻ അറാദ റാബിയത ഫുദു അലാ യദിഹി, ഇത് മൂന്നല്ലാത്ത നാലാമത്തൊന്നിന് ഒരാൾ തുനിഞ്ഞാൽ അവന്റെ കൈ പിടിച്ചു വെക്കണം. വമിനി തദാബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിന്റെ ശേഷം ആരെങ്കിലും അക്രമം ചെയ്താൽ അവന് വലിയ ശിക്ഷയാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ സുനനിലെ ഒരു ഹദീസിന്റെ ശറഹിൽ ഇബ്നു റസലാൻ റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസ്, മൻ ഉസീബ ബിശൈഇൻ ഫീ ജസദിഹി ഫതറകഹു ലില്ലാഹി തആല കാന കഫാറത്തൻ ലഹു. ഒരു മനുഷ്യന്റെ ശരീരത്തെ ആരെങ്കിലും ആക്രമിച്ചു, എന്നിട്ട് ആ വകയിൽ നഷ്ടമൊന്നും വാങ്ങാതെ പടച്ചവന്റെ പൊരുത്തത്തിനു വേണ്ടി അയാളങ്ങ് വിട്ടുകൊടുത്തു, എന്നാൽ അദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കാൻ അത് കാരണമാണ്. അവിടെ മഹാനവറുകൾ ഒരു തുദ്ധരിയാണ്. ഒരാള് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു മനുഷ്യന്റെ തൊള്ളയെ പരിക്കേൽപ്പിച്ചു. അപ്പോൾ ആ പരിക്കേൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകപ്പെട്ടു. അദ്ദേഹം അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. 3 പ്രാവശ്യം കൊടുത്തിട്ടും വാങ്ങിയില്ല.
അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു പറയുന്നതായി, മൻ തസദ്ദഖ ബിദമിൻ ഔ ദിയത്തിൻ കാന കഫാറത്തൻ ലഹു മിൻ യൗമി വുലിദ ഇലാ യൗമി തസദ്ദഖ. ഒരാൾ പകരം വാങ്ങാൻ പറ്റുന്ന നഷ്ടം വാങ്ങാതെ, നഷ്ടപരിഹാരം വാങ്ങാതെ ഒരാൾ അത് ധർമ്മമായി, അത് ഒരു ധർമ്മമായി കണ്ട് ഒഴിവാക്കിയാൽ കാന കഫാറത്തൻ ലഹു, അവൻ ജനിച്ചത് മുതൽ അവനാ ധർമ്മം ചെയ്ത ദിവസം വരെയുള്ള എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാനത് കാരണമാകും. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാറ്റിനും പകരം ചെയ്യണം എന്ന് പറയുന്ന ഒരു മതമല്ല. അങ്ങനെ ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതേ സമയത്ത് ഒരാൾ ഒരു അക്രമം ചെയ്താൽ യാതൊരു നടപടിയും ഇല്ലെന്ന് വന്നാൽ പിന്നെ അക്രമം പെരുകൂലേ. അതുകൊണ്ടാണ് വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബ് എന്ന് പറയുന്നത്. അക്രമം പെരുകൂലേ. അപ്പൊ എന്നെ ശിക്ഷിക്കപ്പെടും, അതുപോലെ ഞാൻ കൊന്നാൽ പകരം കൊല്ലപ്പെടും എന്ന ഒരു ഭയം ആളുകളെ മനസ്സിലില്ലെങ്കിൽ അക്രമം പെരുകും. അതിനുവേണ്ടി അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. ഇനി ഹദീസിലും ഖുർആനിലും ധാരാളം ഈ വിഷയത്തിൽ കാണും. ഇത് കെട്ടുകഥകളാണ് ഈ നിയമങ്ങൾ എന്ന് നേരം മനസ്സിലാക്കരുത്. മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅ ഇലൈഹി ശൈഉൻ ഫീഹി ഖിസാസ് ഇല്ലാ അമറ ഫീഹി ബിൽ അഫു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്നാൽ അത് ഖിസാസ് നടത്തേണ്ടതാണെങ്കിൽ ഇല്ലാ അമറ ഫീഹി ബിൽ അഫു, നബി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ നിർദ്ദേശം നൽകലാണ്. അങ്ങനെയാകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന കാര്യം, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നു. അവർ കുടുംബങ്ങൾ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നിയമം നടപ്പാക്കും. ഇല്ലെങ്കിലോ അവരത് തയ്യാറായാലോ അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. അത് ഒന്നുകൂടി അവിടെ ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്, അന്നഹു ലാ ബുദ്ദ ഫിൽ ഖിസാസ് മിനർ റഫീ ഇലൽ ഇമാം. ഏതൊരാളും ഒരാളെ എന്തെങ്കിലും അക്രമം ചെയ്ത് കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ നശിപ്പിക്കുകയോ മറ്റോ ചെയ്താൽ പകരം ചെയ്യാൻ ആ ആക്രമിക്കപ്പെട്ടവനോ അവരെ കുടുംബത്തിനോ അവർക്ക് സ്വന്തമായി ഡയറക്റ്റ് ചെയ്യാൻ അനുമതിയില്ല. മറിച്ച് എന്ത് വേണം? അന്നഹു ലാ ബുദ്ദ ഫിൽ ഖിസാസ് മിനർ റഫീ ഇലൽ ഇമാം. ഭരണാധികാരിയുടെ മുമ്പിൽ കേസ് കൊടുക്കണം. എന്നിട്ട് ഭരണാധികാരി കേസ് വിചാരണ ചെയ്ത് അവര് വിധിച്ചാലേ നടപ്പാക്കാനും പറ്റുള്ളൂ. അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും പാടില്ല. ഇന്നത്തെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ നിയമം കയ്യിലെടുക്കുകയാണ്. അവരെ ഏതെങ്കിലും അവരെ സംഘടനയിൽപ്പെട്ട ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ അതിന് പകരം കൊല്ലാന്ന, അതൊന്നും ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ ആശയമല്ല. ഭരണാധികാരിക്ക് അത്തരത്തിൽ വിധിക്കാൻ അധികാരമുള്ളൂ. എന്നിട്ടല്ലാതെ തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ പകരം ചെയ്യാൻ ഇസ്ലാമിൽ അനുമതിയില്ല. ഒന്നുകൂടി പറയാം, വലിയന്ന സഹാബത ലം യഅമലു ബി ഇത്ലാഖിൽ ആയതി വഹിയ ഖൗലുഹു തആല വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താന. അക്രമമായി കൊല്ലപ്പെട്ടാൽ അവന്റെ രക്ഷിതാവിന്, അവന്റെ കുടുംബത്തിന്, അവന്റെ അവകാശിക്ക് അവരുടെ മേൽ അധികാരമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. അത് സഹാബത്ത് മനസ്സിലാക്കിയത് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവനവൻ തന്നെ അധികാരം നടപ്പാക്കുക എന്നല്ല. സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. സഹാബത്ത് മനസ്സിലാക്കിയതിനെ തള്ളി ഖുർആനിന് സ്വയം അർത്ഥം വെച്ച് നീങ്ങുന്നവരാണ് തീവ്രവാദികളും ഭീകരവാദികളും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവരും. അതൊരിക്കലും തന്നെ ശരിയായ ഇസ്ലാമിന്റെ വഴിയല്ല. ഇനിയും നിങ്ങൾക്ക് കാണാം, മഹാന്മാരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഅഫു വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന് കുടുംബം പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതെടുത്തു ധരിച്ചുകൊണ്ട് പറയാണ്, ഫീഹി ജവാസുൽ ഇസ്തിശ്ഫാ, റെക്കമെൻഡ് ചെയ്യൽ അനുവദനീയമാണ് എന്നതിനത് തെളിവാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ. വൈൻ റുഫിഅൽ അംറു ഇലൽ ഹാകിമി, അത് കോടതിയിൽ കേസ് വന്നാൽ പോലും അതെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ശുപാർശ പറയൽ അനുവദനീയമാണ്. വൈൻ റുഫിഅത് ഹുഖൂഖുൽ ആദമിയീന ഇലൽ ഇമാം ബിഖിലാഫി ഹുഖൂഖില്ലാഹി തആല, അല്ലാഹുവിന്റെ ചില അവകാശങ്ങളുണ്ട്, അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഈ
വലിയന്റെ അവകാശം, അതായത് കുടുംബത്തിന്റെ അവകാശം, അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയും കാണാം, അങ്ങനെ നീ ദിയത്ത് വാങ്ങി വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചത് വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയാൻ, ഫീഹി സഅയു ഫിൽ ഇസ്ലാഹി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ചെയ്യാൻ വേണ്ടി, സന്ധി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഈ ഹദീസിൽ മനസ്സിലാക്കാം. വസ്സഫാഅത്തു ഫീ തർക്കി ബഅദിൽ ഹഖ് ഇദാ ലം യത്റുകിൽ ജമീ, ഇനി തീർത്തും വിട്ടുകൊടുക്കുന്നതിൽ കുറച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്നതും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞതായി ഒരു ഹദീസിലുണ്ട്. അതിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും ഒരാൾ അതിന് തയ്യാറാകാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പ്രതികൂലമായി പറഞ്ഞ ഒരു ഹദീസ്, അങ്ങനെയും ഹദീസിലുണ്ട്. കിതാബുകളിൽ തുഹ്ഫ പോലുള്ള ശാഫിഈ മദ്ഹബിലെ വല പ്രബലമായ കിതാബുകളിൽ തന്നെ നമുക്ക് കാണാം, വഫിൽ ഫസ്ലുൻ ഫീ മൂജിബിൽ അംദി വഫിൽ അഫു, വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ സംബന്ധിച്ച് മനഃപൂർവ്വം കൊന്നാൽ അതിന്റെ പേരിൽ ഏത് നടപടിയാണെന്ന് സംബന്ധിച്ച് പറയുന്ന അധ്യായം പറയാൻ അവിടെ കാണാം, വഹുവ സുന്നത്തുൻ മുഅക്കദതുൻ, അതൊരു ശക്തമായ സുന്നത്താണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. വബിഗൈരി മാലിൻ അഫ്ളു, ഒന്നും വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. വദാലിക, അങ്ങനെയാണ് ശ്രേഷ്ഠതയുള്ളതെന്നും വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണെന്നും പറയുന്നതിന് എന്താണ് തെളിവ്? ലിൽ ആയാതി വൽ ഹദീസ്, ആയത്തുകളും ഹദീസുകളുമാണ് അതിന് തെളിവ്. മിൻഹാ ഖബറുൽ ബൈഹഖി, അതിൽപ്പെട്ടതാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഗൈരിഹി, ഇമാം ബൈഹഖി അല്ലാത്ത വേറെ ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മാ റുഫിയ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസാസുൻ ഖതു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു പ്രതികൊല ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ പ്രതികാരം ചെയ്യപ്പെടേണ്ടുന്ന ഒരു തെറ്റ് ചെയ്തതായി കേസ് വന്നാൽ ഇല്ലാ അമറ ഫീഹി ബിൽ അഫു, വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കലാണ്. ബൽ ഫീ മുസ്ലിമിൻ, മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, റുഫിയ ഇലൈഹി ഖാതിലുൻ അഖറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു കൊലയാളിയെ കൊണ്ടുവന്ന് ഹാജരാക്കപ്പെട്ടു. അഖറ, അദ്ദേഹം കൊലക്കുറ്റം സമ്മതിച്ചു. ഫഖാല ലി അഖിൽ ഖതീൽ, അപ്പോൾ കൊല്ലപ്പെട്ടവന്റെ സഹോദരനോട് നബി തങ്ങൾ പറഞ്ഞു, ഉഫു അൻഹു, ആ കൊന്ന മനുഷ്യന്, ഘാതകന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. ഫഅബാ, അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകാതിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഫഖാല ഇദ്ഹബ് ബിഹി, എന്നാ അയാളെയും കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ ഫലമ്മാ വല്ല, അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇൻ ഖതലഹു ഫഹുവ ഫിന്നാർ, അദ്ദേഹത്തെ, ആ കൊലയാളിയെ ഈ രക്ഷിതാവായ അവകാശിയായ സഹോദരൻ കൊന്നാൽ ഫഹുവ ഫിന്നാർ, ആ സഹോദരൻ നരകത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, അയാൾക്ക് അവകാശം ഉണ്ടല്ലോ കൊല്ലാൻ, എന്നെന്തങ്ങനെ പറയാൻ കാരണം? ഇമാമിങ്ങൾ വിശദീകരിക്കണം. ഐലി മുഖാലഫത്തിഹിൽ അംറ, നബി തങ്ങൾ ഒരു നിർദ്ദേശം നൽകിയാൽ അത് സ്വീകരിക്കണ്ടേ, അത് സ്വീകരിക്കാത്ത വകയിലാണ് നരകത്ത് കിടക്കുന്നത്, അല്ലാതെ അയാൾക്ക് അവകാശം ഇല്ലാഞ്ഞിട്ടല്ല. ലിമുഖാലഫത്തിഹിൽ അംർ ലിഅന്ന ഹാദൽ ഇബാഅ ഫീഹി ഇശ്ആറുൻ ബിൽ ഇഖ്ലാലി ബിമസീദി ഇഹ്തിറാമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ബഹുമാനിക്കണ്ടേ, ആദരിക്കണ്ടേ. അപ്പൊ നബി തങ്ങൾ ഒരു റെക്കമെൻഡ് ചെയ്താൽ ആ റെക്കമെൻഡ് സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് നബി തങ്ങൾക്ക് വേണ്ടതുപോലെ ഒരു ബഹുമാനം കൊടുത്തില്ല എന്നല്ലേ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം നരകത്തിൽ കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഔ ബിനിഫാഖി ദാലികൽ അഖ്, അല്ലെങ്കിൽ ആ മനുഷ്യന് കാപ്പട്യമുണ്ട്, അതിന്റെ പേരിൽ നരകത്തിലാകുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ഫൈൻ ഖുൽത, അവിടെ നീ ഒരു സംശയം ചോദിച്ചാൽ, ഫകൈഫ അഖറഹു അലാ മുഹറമിൻ, അയാൾ നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലൽ ഇത് ഹറാമാണ് എന്നല്ലേ വരിക? അങ്ങനെയാണ് നബി തങ്ങൾ കൊണ്ടുപോയി കൊന്നോ എന്ന് സമ്മതം കൊടുത്തില്ല, എങ്ങനെ സമ്മതം കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയം ചോദിച്ചാൽ അതിനുള്ള മറുപടി ഖുൽതു, ഞാൻ അതിന് മറുപടി പറയും, അൽ മുഹറമു അൽ ഇബാഉ, നബി തങ്ങൾ ഒരു കാര്യം നിർദ്ദേശിച്ചിട്ട് സ്വീകരിച്ചില്ല എന്നതാണ് ഹറാമ്. വലം യുഖിറഹു അലൈഹി, അതേ
അതേ സമയത്ത് അതിന് നബി തങ്ങൾ സമ്മതം കൊടുത്തില്ല. ഞാൻ പറഞ്ഞ കേൾക്കേണ്ടിയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അമ്മൽ ഖവദു, അതേസമയം കൊന്നവനെ പകരം കൊല്ലുക എന്നത് ഇദാ സമ്മമ അലൈഹി ഫഹുവ വാജിബുൻ ഫൽ ഹൈസിയത്തു മുഖ്തലിഫത്തുൻ, അത് അവകാശി കൊന്നേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചാൽ അപ്പൊ പിന്നെ അയാൾക്ക് കൊല്ലാനുള്ള അവകാശം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അത് ഹറാമാവൂല. പിന്നെ ഹറാം എന്താണ്? നബി തങ്ങൾ പറഞ്ഞ നിർദ്ദേശം സ്വീകരിക്കാതിരിക്കുക എന്ന സ്ഥലത്താണ് തെറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫൽ ഹൈസിയത്തു മുഖ്തലിഫത്തുൻ, ഹറാം വരുന്ന രൂപം ഒന്ന് വേറെയാണ്, മറ്റൊരു ഭാഗത്തിലൂടെയാണ്, ഈ പറയുന്നത് വേറൊരു ഭാഗത്തിലൂടെയാണ്. ഇങ്ങനെ ഇമാമിങ്ങൾ വിശദീകരിച്ചതായി കാണാം. തുഹ്ഫയിൽ തന്നെയും അതുപോലെ നിഹായത്തുൽ ഹുസൈനിലൊക്കെ ഇത് വിശദീകരിച്ചത് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിദ്യാർത്ഥിയും ഒരാളും ഒരു വ്യക്തിയും സാധാരണക്കാരിലൊന്നും ഉത്തരവാദികളല്ല. നമ്മള് പണ്ഡിതന്മാരാകുന്നെന്ന് തോന്നുന്ന ആളുകൾ അവര് ഒരു കാര്യം പറയുമ്പോ പഠിച്ചിട്ടേ പറയാം, പഠിക്കാതെ പറയരുത്. ഏതെങ്കിലും ഒരു പണ്ഡിതനോട് സംഘടനാപരമായ വിരോധമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് പറയാൻ പാടില്ല. നബിതങ്ങൾ പഠിപ്പിച്ചതിനെതിരെ പറയാൻ പാടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുന്ന വിധം ഒരു പണ്ഡിതൻ ശരിക്ക് കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോ ആ പണ്ഡിതനെതിരെ സംസാരിക്കുന്നത് ഇസ്ലാമിനെതിരെയുള്ള സംസാരമാണ്. അത് ആ പണ്ഡിതനെതിരെ മാത്രമുള്ള സംസാരമല്ല, ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരത്തെ കുഴിച്ചു മൂടാനുള്ള ഒരു ഏർപ്പാടാണ്. അത് തീവ്രവാദികളുടെ ശൈലിയാണ്, അല്ലെങ്കിൽ തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുടെ ശൈലിയാണ്. അതൊരിക്കലും ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഞാൻ നീട്ടി സംസാരിക്കില്ല, ഒരുപാട് സംഭവങ്ങൾ കാണാം. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പോ ഈ കൊല്ലപ്പെട്ടവന്റെ അനന്തരാവകാശികൾ വന്നു അദ്ദേഹത്തെ പകരം കൊല്ലാൻ. അപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ പറഞ്ഞു, വഹിയ ഉഖ്തുൽ ഖാതിൽ, കൊന്നവന്റെ പെങ്ങളും കൂടിയാണ്, അളിയനാണ്. അപ്പോ അളിയനെയാണ് കൊന്നത്. ഈ ഭാര്യ പറഞ്ഞു, ഖദ് അഫൗതു അൻ ഹഖി, എനിക്കും കൂടി അവകാശം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്റെ അവകാശം ഞാൻ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഫഖാല ഉമർ, അല്ലാഹു അക്ബർ അദഖൽ ഖതീൽ. ഉമർ റളിയല്ലാഹു അൻഹു അപ്പത്തെ കിബീറിയില്ല. കാരണം ഇയാൾ കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഒരാളെ കൊന്നവനെ പകരം കൊന്നതുകൊണ്ട് കൊല്ലപ്പെട്ട ആൾ മടങ്ങി വരൂലല്ലോ. എന്നാ തർക്കമില്ലായിരുന്നു, അയാൾ മടങ്ങി വരുമെങ്കിൽ ഒരാളും കൂടി കൊല്ലപ്പെടുന്നല്ലേ ഉള്ളൂ. അപ്പൊ രണ്ട് ജീവൻ പോകുന്നല്ലേ വരൂ, അല്ലാതെ പകരം കൊന്നതുകൊണ്ട് മറ്റേ ആൾ മടങ്ങി വരുമോ? ഇല്ല എന്ന് ഉറപ്പല്ലേ. ഇനി ദിയത്ത് വാങ്ങിയിട്ടാണ് ഒഴിവാക്കി കൊടുക്കുന്നതെങ്കിലോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇത് പറയാൻ കാരണം ആളുകൾക്ക് വിവരക്കേട് കൊണ്ട് ഒരുപാട് അബദ്ധം വരുന്നുണ്ട്. മുമ്പൊരിക്കല് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ വന്നു എൻ്റെ അടുത്ത്. അന്ന് നമ്മളെ പുതിയ ക്യാമ്പസ് ഒന്നും ആയിട്ടില്ല, ഞാൻ ഇവിടെ ഉള്ള സമയത്താണ്. അപ്പൊ അവരെ പ്രശ്നം എന്താണ്? വിദേശത്ത് നിന്ന് ഒരാളെ, നമ്മുടെ ദേവരകോവിലിന്റെ അടുത്തുള്ള ഒരാളെ കൊല്ലപ്പെട്ടു പോയി. ആ കൊല്ലപ്പെട്ടു പോയ ആളെ പകരം കൊല്ലാൻ വേണ്ടി അവിടെ വിധി കൽപ്പിച്ചിട്ടുണ്ട്. ആ വിധിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഇവര് ഇവിടെയുള്ള അനന്തരക്കാര് സമ്മതിക്കണം. അപ്പൊ വലിയ സംഖ്യ അവർക്ക് നഷ്ടപരിഹാരം കിട്ടും. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, ആര് പറഞ്ഞു കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് പോയി ശുപാർശ ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് വണ്ടിയെടുത്ത് പോയി. എന്നിട്ട് ഞാൻ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് സംസാരിച്ചു നോക്കി, നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തൂടെ? നിങ്ങളെ ഈ പാവപ്പെട്ട കൊല്ലപ്പെട്ടു പോയ ചെറിയ അവരെ മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വലിയ സംഖ്യ കിട്ടി, അവർക്ക് ഹലാലായ നിലക്ക് കിട്ടുകയല്ലേ, അവർക്ക് ജീവിക്കാൻ ഒരു വകുപ്പുമായി. ആ സാധു മനുഷ്യൻ ഒരു അബദ്ധത്തിൽ തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ ചെയ്തു. ആ മനുഷ്യൻ രക്ഷപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരാനില്ലല്ലോ, ഇവർക്ക് വലിയൊരു സംഖ്യ കിട്ടും, ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ കൊടുക്കും. അപ്പൊ നിങ്ങൾക്കത് വലിയ ഫലത്തിൽ ആ കുടുംബത്തിനാവൂലേ? പകരം കൊന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇത് മുറിച്ച് വിറ്റ് പൈസക്കാനൊന്നും കഴിയില്ലല്ലോ. ഇങ്ങനെ ഇറച്ചി വിറ്റ് വിൽക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തോടെ ഞാൻ ചോദിച്ചു. അവർ പിന്നെ തയ്യാറായല്ലോ. എനിക്ക് അന്ന് എന്നോട് അവരെ പൂർണ്ണമായി സമ്മതിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയാണ്. ചിലരെ ധാരണ എത്രയാണെന്നറിയോ? അങ്ങനെ കൊല്ലപ്പെട്ടു പോയതിന്റെ പേരിൽ പകരം കൊല്ലാതെ പൈസ വാങ്ങിയാല് അത് ഈ കൊല്ലപ്പെട്ടവന്റെ രക്തം വിറ്റിട്ടും അതുപോലെ അവന്റെ മാംസം വിറ്റിട്ടും പൈസ ഉണ്ടാക്കലല്ലേ എന്ന് വരെ പറയുന്ന വിവരം കെട്ടവരുണ്ട് ലോകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, അതുപോലെ തന്നെ സഹാബത്തിന് ഇത് അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ചത് എന്താണോ അതാണ് ഇസ്ലാം, അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞൊരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. എന്താ പറഞ്ഞത്? സലാസുൻ, മൂന്ന് കാര്യം. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ശരീരം ഏതൊരുത്തന്റെ അധികാരത്തിലാണോ അവനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു,
ഇൻ കുന്തു ലഹാലിഫൻ അലൈഹിന്ന, ഞാൻ ആ വിഷയത്തിൽ സത്യം ചെയ്തു പറയും. നബി തങ്ങൾ പറയാം എന്താണ്? ലാ യൻഖുസു മാലും മിൻ സദഖത്തിൻ, ഒരാൾ ധർമ്മം ചെയ്തതുകൊണ്ട് അവന്റെ ധനം ചുരുങ്ങിപ്പോവില്ല. ഫതസദ്ദഖൂ, അതുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്തോളൂ, ധർമ്മം ചെയ്തതുകൊണ്ട് സ്വത്ത് ചുരുങ്ങിപ്പോവില്ല. വലാ യഅഫു അബ്ദുൻ അൻ മദ്ലിമത്തിൻ യബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ സാദഹുല്ലാഹു തആല ബിഹാ ഇസ്സൻ യൗമൽ ഖിയാമ, ഒരു വ്യക്തിയും ഒരക്രമത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിനാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പടച്ചവന്റെ പൊരുത്തമാണ്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഇല്ലാ സാദഹുല്ലാഹു തആല ബിഹാ ഇസ്സൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആര് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ, വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് അല്ലാഹു ഖിയാമത്ത് നാളിൽ ഇസ്സത്ത് നൽകും. വലാ യഫ്തഹു അബ്ദുൻ ബാബ മസ്അലത്തിൻ, മൂന്നാമത്തെ കാര്യം സത്യം ചെയ്തുകൊണ്ട് പറയാൻ, വലാ യഫ്തഹു അബ്ദുൻ ബാബ മസ്അലത്തിൻ, ഒരു മനുഷ്യൻ യാചനയുടെ വാതിൽ തുറന്നാൽ, യാചിച്ച് പൈസ ഉണ്ടാക്കാന്ന് ഒരാൾ വിചാരിച്ചാൽ, ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖറിൻ, അദ്ദേഹത്തിന് ദാരിദ്ര്യത്തിന്റെ വാതിൽ അല്ലാഹു തുറക്കാതിരിക്കൂല. യാചിച്ചിട്ട് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ദാരിദ്ര്യത്തിന്റെ വാതിൽ അല്ലാഹു തുറക്കും. ഈ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇനിയും ധാരാളം സംഭവങ്ങളും ധാരാളം വിഷയങ്ങളും ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഞാനിത് പറഞ്ഞത് പലരും ഈ കാലഘട്ടം എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകൾ, എല്ലാവർക്കും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കും ഫത്വ കൊടുക്കാലോ. അപ്പൊ എല്ലാവരും ഫത്വക്കാരാ, എല്ലാവരും അങ്ങോട്ട് പറയാം. ഓനോന് ഇല്ല വിവരക്കേട് മുഴുവനും വിവരാന്നും വിചാരിച്ചിട്ട് വിളമ്പുകയാണ് പല ആളുകളും. അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ രീതിയല്ല. വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ളത് പോലെയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഖുർആൻ പഠിപ്പിച്ച ആശയം എന്താണ്? വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും തുല്യമല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ ഉപരോധിക്കണം തിന്മയെ, നല്ലതുകൊണ്ട് തിന്മയെ ഉപരോധിക്കണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, അപ്പോൾ കഠിന ശത്രുക്കൾ ഉറ്റമിത്രങ്ങളാകുന്നത് പോലെ നിങ്ങൾക്ക് കാണാം. അപ്പോ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്? നന്മ കൊണ്ടാണ് തിന്മകളെ പ്രതിരോധിക്കേണ്ടത്. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിട്ടുവീഴ്ചയുടെ വഴി ലോകം മുഴുക്കെ ഇല്ലാതെയായി പോകുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കാൻ ഒരു പണ്ഡിതൻ തയ്യാറായാൽ ആ പണ്ഡിതനെ അനുകൂലിച്ച് അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ് മുതഅല്ലിമീങ്ങൾക്കും. മുതഅല്ലിമീങ്ങൾ ഒരു പക്ഷേ പഠിക്കുന്നവരായതുകൊണ്ട് അറിവില്ലാത്തവരായിരിക്കാം. പണ്ഡിതന്മാരുടെ കർത്തവ്യം ആ ഒരു ദീനിന്റെ ആ വിശാലമായ കാഴ്ചപ്പാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് പണ്ഡിതന്മാരുടെ കർത്തവ്യം. അതിനെതിരെ പറയുന്നവർ തീവ്രവാദികളോ തീവ്രവാദത്തിന്റെ ചുഴ അവരുടെ മനസ്സിലുള്ളവരോ ആ തീവ്രവാദത്തിനെ അനുകൂലിക്കുന്നവരോ ആയിരിക്കും. അതിൽ മുസ്ലിം ലോകം പെട്ടുപോകരുത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനിയും ഒരുപാട് തെളിവുകൾ കിതാബുകളിൽ നിന്നും ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കാറുണ്ട്. ഞാനിത് ഒരു സന്ദർഭോചിതമായി പറയാനുള്ള ഒരു സമയം എന്ന നിലക്ക് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമിനെ ഏറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹഖിനെ ഹഖായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി നിലക്കൊള്ളാനും നിഷ്പക്ഷമായ വിഷയങ്ങൾ വിലയിരുത്താനുമുള്ള ഒരു തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും, എല്ലാ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ.